Wika Education Solutions. പാരാമെഡിക്കലിൽ വളരെ ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു കോഴ്സാണ് കാർഡിയാക് കെയർ ടെക്നോളജി. എന്താണ് കാർഡിയാക് കെയർ ടെക്നോളജി? അല്ലെങ്കിൽ കാർഡിയാക് കെയർ ടെക്നോളജി പഠിക്കേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? കോഴ്സ് ഡ്യൂറേഷൻ എങ്ങനെയൊക്കെയാണ്? ജോബ് ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് വരുന്നത്? ജോബ് പൊസിഷൻസ് ഏതൊക്കെയാണ്? ഇന്ത്യയിലും എബ്രോഡും ചാൻസസ് ഉണ്ടോ? ഇതിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. വിക എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മുടെ അടുത്ത് ഹാർട്ട് റിലേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം ആയിട്ട് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ ആ പേഷ്യന്റിനെ ഡയഗ്നോസ് ചെയ്യാനും ആ പേഷ്യന്റിന് വേണ്ടുന്ന ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്യുവാനും ഒരു ഡോക്ടറിനോടൊപ്പം നിന്ന് ഹെൽപ്പ് ചെയ്യുക എന്നതാണ് ഒരു കാർഡിയാക് കെയർ കഴിയുന്ന ടെക്നീഷ്യന്റെ ജോലി വരുന്നത്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന കാത്ത് ലാബുകളിലാണ്. കാത്ത് ലാബുകളിൽ ഡോക്ടറിനോടൊപ്പം നിന്ന് ഡോക്ടറിനെ അസിസ്റ്റന്റ് ചെയ്യുക എന്നതാണ് മെയിൻ ആയിട്ട് കാർഡിയാക് കെയർ ടെക്നോളജി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇത് കൂടാതെ ഹാർട്ട് റേറ്റ്, BP റേറ്റ് മോണിറ്റർ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക, അതും ഒരു കാർഡിയാക് കെയർ ടെക്നീഷ്യന് ആ ഒരു ജോലി കൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. +2 ബയോളജി സയൻസ് ഉള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഇതിന് അപ്ലൈ ചെയ്യാം. മിനിമം പെർസെന്റേജ് മാർക്ക് വരുന്നത് 50% ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള കുട്ടികൾക്ക് ഈ ഒരു കോഴ്സിനായിട്ട് അപ്ലൈ ചെയ്യാം. ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 4 വർഷമാണ്. BSc കോഴ്സാണ്, ഡിഗ്രി ലെവൽ കോഴ്സാണ്. 3 ഇയർ ക്ലാസ് പ്ലസ് 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പ് ആണ് ഈ ഒരു കോഴ്സിനായിട്ട് വരുന്നത്. കേരളത്തിനകത്താണെങ്കിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് LBS ത്രൂ ആണ് അഡ്മിഷൻ നടക്കുന്നത്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കേണ്ട ചാൻസസ് ഉണ്ട്. കേരളത്തിനകത്ത് +2ന്റെ റിസൾട്ട് വന്നതിന് ശേഷം LBS ആപ്ലിക്കേഷൻ വിളിക്കും. ആ ടൈം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഗവൺമെന്റ് ആയിരിക്കും അലോട്ട് ചെയ്യുന്നത്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻസ് എടുക്കാം. ഇനി നമ്മുടെ ഒരു സ്റ്റഡി മെത്തേഡ് വരുന്നതെന്ന് പറഞ്ഞാല് ക്ലിനിക്കൽ പ്ലസ് തിയറി, അതായത് പ്രാക്ടിക്കലും വരുന്നുണ്ട് തിയറിയും വരുന്നുണ്ട്. രണ്ടും ഈക്വൽ ആയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഈ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഇപ്പൊ ഏതൊരു കോഴ്സ് എടുത്താലും അതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ടോ, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ വെറുതെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, ജോലി കിട്ടാണ്ടാകുമോ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ടെൻഷനും കാർഡിയാക് കെയർ എന്നുള്ള ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത്രയേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് കാർഡിയാക് കെയർ. ഇനി കാർഡിയാക് കെയർ ടെക്നോളജി കഴിഞ്ഞ ഒരാള് ഏതൊക്കെ പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത്? നമുക്കൊരു വർക്കിംഗ് പൊസിഷൻസ് ഉണ്ടാവും. അപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് കാർഡിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ദെൻ കാത്ത് ലാബിനകത്ത് വർക്ക് ചെയ്യാം, മെഡിക്കൽ സോണോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യാം, ICUവിനകത്ത് വർക്ക് ചെയ്യാം, രജിസ്റ്റേർഡ് വാസ്കുലർ സ്പെഷ്യലിസ്റ്റ്, രജിസ്റ്റേർഡ് കാർഡിയോ സോണോഗ്രാഫർ, ഈ ഉള്ള മേഖലകളിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെയാണ് നമ്മൾ കാർഡിയാക് കെയർ ടെക്നീഷ്യൻ ആകാനായിട്ട് പഠിക്കേണ്ട സബ്ജക്ട്സ്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇയർ പഠിക്കാനായിട്ട് ടോട്ടൽ 5 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഹ്യൂമൻ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി, മൈക്രോബയോളജി. ഈ 5 സബ്ജക്റ്റും ഇതിന്റെ പ്രാക്ടിക്കൽസുമാണ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ഇയറിലോട്ട് പോകുമ്പോൾ മെഡിസിൻ റെലവന്റ് കാർഡിയാക് കെയർ, അപ്ലൈഡ് പാത്തോളജി, അപ്ലൈഡ് ഫാർമക്കോളജി, ഇൻട്രൊഡക്ഷൻ ടു കാർഡിയാക് ടെക്നീഷ്യൻ. ഈ 4 സബ്ജക്റ്റ് ആണ് നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കേണ്ടത്. അതിനോടൊപ്പം അതിന്റെ പ്രാക്ടിക്കൽ ഡയറക്റ്റ് ഹോസ്പിറ്റലിലായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് കാര്യങ്ങൾ വരുന്നത്. ഇനി തേർഡ് ഇയറിലോട്ട് പോകുമ്പോൾ ടോട്ടൽ 3 സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. കാർഡിയാക് കെയർ ക്ലിനിക്കൽ, കാർഡിയാക് കെയർ അപ്ലൈഡ്, കാർഡിയാക് കെയർ അഡ്വാൻസ്ഡ്. ഈ 3 സബ്ജക്റ്റും അതിനോടൊപ്പം പ്രാക്ടിക്കൽസുമാണ് നമ്മൾ തേർഡ് ഇയർ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഈ 3 വർഷവും പഠിച്ച് പാസ്സായതിനു ശേഷം നമ്മൾ ഇന്റേൺഷിപ്പിലോട്ട് ജോയിൻ ആവും. അപ്പോൾ ഇത്രയും സബ്ജക്ട്സ് ആണ് കാർഡിയാക് കെയർ എന്നുള്ള ഒരു കോഴ്സിനകത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. മെയിനായിട്ട് നിങ്ങൾ പഠിക്കുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുക.
അതിനോടൊപ്പം നിങ്ങളുടെ പഠിക്കുന്ന കോളേജ് ഓർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. പ്രാക്ടിക്കൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആഫ്റ്റർ ദി കോഴ്സ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾ ഭയങ്കരത്തിൽ സ്ട്രഗിൾ ചെയ്യും. പേഷ്യൻ്റ് ഇല്ലാത്ത ഒരു കോളേജിലൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പ്രാക്ടിക്കൽസിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. മറ്റേത് ഇന്റേൺഷിപ്പിന്റെ സമയം ഒരുപാട് പേഷ്യൻ്റായിട്ടുള്ള ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു ജോലിയിലോട്ട് കയറാനായിട്ട് സാധിക്കും. വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ജോലിയിലോട്ട് കയറാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ കാർഡിയാക് കെയറിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിലോ കോളേജിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.